കേരള-തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന നിബിഡ വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒറ്റപ്പാറ എന്ന വിജനമായ മലയോര ഗ്രാമത്തിലേക്ക് അർദ്ധരാത്രിയിലാണ് വിഷ്ണുവും അവന്റെ സുഹൃത്ത് ജഗനും എത്തിച്ചേർന്നത്. പഴയകാലത്ത് ബ്രിട്ടീഷുകാർ തോട്ടം നിർമ്മാണത്തിനായി വരികയും പിന്നീട് വിചിത്രമായ കാരണങ്ങളാൽ കൂട്ടത്തോടെ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു വലിയ ബംഗ്ലാവ് ആ കാടിന്റെ ഉള്ളറകളിലുണ്ടായിരുന്നു. അമാവാസി രാവുകളിൽ ആ ബംഗ്ലാവിനുള്ളിൽ നിന്ന് പിയാനോയുടെ നാദവും വിചിത്രമായ വെളിച്ചവും പുറത്തുവരുമെന്നും അവിടേക്ക് പോയ ആരും നേരം പുലരുമ്പോൾ ജീവനോടെ മടങ്ങി വന്നിട്ടില്ലെന്നും നാട്ടുകാർക്കിടയിൽ ശക്തമായ കാട്ടറിവുണ്ടായിരുന്നു. നാടോടിക്കഥകളെയും പ്രേതബാധകളെയും കുറിച്ച് ദൃശ്യങ്ങൾ പകർത്തുന്ന വിഷ്ണുവിന് ഇതൊരു വലിയ അവസരമായിരുന്നു. എന്നാൽ ചെറുപ്പം മുതലേ ഇരുട്ടിനെയും വന്യതയെയും ഭയപ്പെട്ടിരുന്ന ജഗൻ പലവട്ടം ഈ യാത്രയിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതാണ്. വിഷ്ണുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് അവൻ കൂടെ പോന്നത്. കാടിന്റെ ഉള്ളിലേക്ക് നടക്കുംതോറും അന്തരീക്ഷത്തിൽ കനത്ത മൂടൽമഞ്ഞ് പടർന്നുപിടിച്ചു. മരച്ചില്ലകൾക്കിടയിലൂടെ വീശിയടിച്ച തണുത്ത കാറ്റിന് ഒരുതരം നിഗൂഢമായ ഭാവമുണ്ടായിരുന്നു. വഴി കാട്ടാൻ അവരുടെ കൈകളിൽ ചെറിയ 2 വിളക്കുകൾ മാത്രമാണുണ്ടായിരുന്നത്. പെട്ടെന്ന് കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദൂരെ എവിടെയോ ഒരു കുതിരവണ്ടിയുടെ ശബ്ദവും ചാട്ടവാറടിയുടെ ഒച്ചയും കേട്ടു. ജഗൻ ഭയന്നു വിറച്ച് വിഷ്ണുവിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. "വിഷ്ണു, നമുക്ക് തിരിച്ചുപോകാം. ഈ കാട് നമ്മളോട് മടങ്ങാൻ പറയുന്നതുപോലെ തോന്നുന്നു," ജഗൻ കെഞ്ചി. എന്നാൽ വിഷ്ണു തന്റെ ക്യാമറ കൈകളിൽ ദൃഢമായി പിടിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ നടന്നു. അവന് ആ ബംഗ്ലാവിന്റെ നിഗൂഢതകൾ ലോകത്തിനു മുന്നിൽ എത്തിക്കണമായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം കാട്ടുപാതയിലൂടെ നടന്ന അവർക്കു മുന്നിൽ ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന ആ പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ് ദൃശ്യമായി. വന്യമായ കാട്ടുചെടികൾ പടർന്നുകയറിയ ആ വലിയ കെട്ടിടത്തിന് ഒരു ശ്മശാനത്തിന്റെ മൂകതയുണ്ടായിരുന്നു. ബംഗ്ലാവിന്റെ പ്രധാന കവാടം പകുതി തുറന്ന നിലയിലായിരുന്നു. വിഷ്ണു ധൈര്യത്തോടെ ഉള്ളിലേക്ക് ചുവടുകൾ വെച്ചു. ഉള്ളിൽ പ്രവേശിച്ചതും ചീഞ്ഞഴുകിയ ഇലകളുടെയും പഴകിയ മരങ്ങളുടെയും രൂക്ഷമായ ഗന്ധം അവരുടെ മൂക്കിലേക്ക് അടിച്ചുകയറി. ഹാളിലെ വലിയ ചുമരുകളിൽ പഴയകാലത്തെ ചില ചിത്രങ്ങൾ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. വിചിത്രമെന്നു പറയട്ടെ, ആ ചിത്രങ്ങളിലെ രൂപങ്ങൾ തങ്ങളെ തന്നെ നോക്കുന്നതുപോലെ അവർക്ക് തോന്നി. പെട്ടെന്ന് ബംഗ്ലാവിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് മനോഹരമായ ഒരു പിയാനോ സംഗീതം ഒഴുകിവരാൻ തുടങ്ങി. അതോടൊപ്പം ഒരു സ്ത്രീയുടെ നേർത്ത ചിലമ്പൊലി ശബ്ദവും അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഭയം കാരണം ജഗന്റെ തൊണ്ട വരണ്ടുപോയി. അവൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് ബംഗ്ലാവിന്റെ പ്രധാന കവാടം വലിയൊരു ശബ്ദത്തോടെ തനിയെ അടഞ്ഞു. വിഷ്ണു വാതിൽ തുറക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അത് പുറത്തുനിന്ന് പൂട്ടിയതുപോലെ ഉറച്ചുനിന്നു. ടോർച്ചുകളുടെ വെളിച്ചം പെട്ടെന്ന് മങ്ങിക്കത്താൻ തുടങ്ങി. ആ ഇരുട്ടിൽ ചുമരുകളിൽ നിന്ന് കറുത്ത പുക പോലെയുള്ള രൂപങ്ങൾ പുറത്തേക്ക് വരുന്നത് അവർ ഭീതിയോടെ നോക്കി നിന്നു. ആ രൂപങ്ങൾക്ക് ചുവന്ന തിളങ്ങുന്ന കണ്ണുകളുണ്ടായിരുന്നു. തങ്ങളുടെ യുക്തികളും ധൈര്യവും നഷ്ടപ്പെട്ട അവരിരുവരും ജീവൻ രക്ഷിക്കാനായി ബംഗ്ലാവിന്റെ നടുമുറ്റത്തേക്ക് ഓട്ടി. അവിടെ ഒരു പഴയ കാവൽ ദേവതയുടെ ശിലാരൂപമുണ്ടായിരുന്നു. ആ ഭീകരരൂപങ്ങൾ അവരെ ലക്ഷ്യമാക്കി അടുത്തു വന്നപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട ജയനും വിഷ്ണുവും ആ വിഗ്രഹത്തിനു മുന്നിൽ മുട്ടുകുത്തി നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തങ്ങളുടെ അഹങ്കാരത്തിനും അനാവശ്യ സാഹസികതയ്ക്കും മാപ്പു